ഹലോ ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കുറച്ചായി ഗ്യാപ്പ് വിട്ടിട്ടാണ് ഇപ്പോൾ വീഡിയോസൊക്കെ വരുന്നത്. വേറൊന്നല്ല, ചെറിയ ചെറിയ തിരക്കൊക്കെ ആയി, പിന്നെ അനിയത്തിൻ്റെ കുടിലിനൊക്കെ തിരക്കൊക്കെ ആയി. ആ ഒരു ടൈമൊക്കെയാണ് ഞാൻ വീഡിയോസൊന്നും ഇടാൻ കഴിയലില്ല. ഡ്രസ്സ് എടുക്കാൻ പോക്കും പിന്നെ അങ്ങനെ പല തിരക്കൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് ഞാൻ റെസിപ്പി ഉണ്ടാക്കുന്നത് ബർഗർ പാറ്റീസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അപ്പം രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശയാകുമ്പോൾ കുട്ടികൾക്ക് നെയ്യും പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇഷ്ടമാണ് കഴിക്കുന്നതൊക്കെ. പിന്നെ രാവിലെ തന്നെ കറിയൊക്കെ കഴിക്കാൻ മടിയിലെ കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ ഒന്ന് നമ്മുടെ മിൽമ നെയ്യിൽ ഒന്ന് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് ചെറുതായിട്ടൊന്ന് ഷുഗർ ഇട്ട് കൊടുത്ത് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ പറഞ്ഞ ബർഗർ പാറ്റീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ സൈസ് ഉള്ളിയും 3 വറ്റൽമുളകും മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. പിന്നെ ഇതാ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് പീസ് ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പം വെള്ളം നന്നായിട്ടും പോയ ശേഷം വേണം നമ്മൾ ചിക്കൻ പീസ് അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ അരച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തതെന്ന് വെച്ചാൽ ഒരു ചിക്കൻ വാങ്ങിയിട്ട് ആ ചിക്കൻ്റെ ഫുൾ ബ്രസ്റ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചിക്കൻ വില കുറഞ്ഞ സമയമൊക്കെ ആണെങ്കിൽ അതിന് ലാഭം കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ചിക്കൻ ഒരു ചിക്കൻ വാങ്ങിയാൽ അത്രയല്ലേ ബ്രസ്റ്റ് കിട്ടുന്നില്ലോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബീഫാണെങ്കിൽ ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് ബീഫ് തയ്യാറാക്കാം. ബീഫാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും സെയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലാഭം കിട്ടും. കാരണം 1 കിലോന് നമുക്ക് എല്ലില്ലാത്ത ബീഫൊക്കെ വാങ്ങുമ്പോൾ കുറച്ചും കൂടിയും അധികം കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഉള്ളിയും ആ വറ്റൽമുളകിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈയോട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മുമ്പ് നഗിൾസിൻ്റെ ഒന്ന് വീട്ടിൽ സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബ്രെഡ് ക്രബ്സ് വേണമെങ്കിൽ ബ്രെഡ് ക്രബ്സ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ബ്രെഡ് ക്രബ്സ് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രബ്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നാലേ നിങ്ങൾക്ക് കുറച്ചധികം നിങ്ങൾക്ക് പാറ്റീസ് കിട്ടും. അപ്പോൾ ഇത് ഞാനിപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് ആവശ്യമായതുകൊണ്ട് ഞാൻ ബ്രെഡ് ക്രബ്സ് വെക്കുന്നില്ല. അപ്പം ചിക്കന് മാത്രമാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നിങ്ങൾക്ക് ബീഫും തയ്യാറാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ മല്ലിയില ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോയാ സോസ് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂണ് സോയാ സോസും ചേർത്തിട്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ നഗറ്റ്സ് എങ്ങനെ സെയിൽ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അതിൽ കുറേ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കനൊക്കെ വില കുറഞ്ഞ സമയമാണെങ്കിൽ നല്ല ലാഭം കിട്ടും. കേട്ടോ, അപ്പോൾ നഗറ്റ്സ് കുറച്ചധികം നമുക്ക് കിട്ടും ബ്രെഡ് ക്രബ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതേപോലെ ബട്ടർ പേപ്പർ ഞാൻ സ്ക്വയറാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്ക്വയറാക്കി കട്ട് ചെയ്തിട്ട് വേണം നമുക്കൊന്ന് ഇത് റൗണ്ടിൽ എടുത്ത് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ കഴിയും. പെട്ടെന്ന് എടുക്കാനൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും ഈ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനൊന്ന് കൈക്ക് ഓയിൽ വരുത്തിയ ശേഷം ഒന്ന് റൗണ്ടിലൊന്ന് എടുക്കലാണ്. ഞാൻ ഇപ്പോൾ ചെറിയ സൈസും എടുക്കുന്നുണ്ട്, കുറച്ച് വലിയ സൈസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബർഗറിൻ്റെ അളവിനനുസരിച്ചിട്ട് എടുത്തോളൂ. അപ്പോൾ എനിക്ക് കിട്ടിയത് ഇത്രയാണ് കേട്ടോ, 7 എണ്ണമാണ് എനിക്ക് കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് ചെറുത് വേണമെങ്കിൽ ചെറുതാക്കാം. ആകുമ്പോൾ കുറച്ച് ഒരു 2-3 എണ്ണം അധികം കിട്ടും.
ഇപ്പോൾ ഒരു മീഡിയം സൈസിലാണ് എടുത്തത്, വലിയ സൈസ് ആക്കിയിട്ടില്ല. അപ്പം ഇതാ ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തത്. ഒരു മുട്ട ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ ഉപ്പും കുരുമുളകൊന്നും ഇട്ട് കൊടുക്കണം. ഞാൻ ഇപ്പോൾ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടില്ല, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാനൊരു 5 ബ്രെഡ് ഒന്ന് ഗ്രൈൻഡറിലിട്ടിട്ടൊന്ന് ബ്രെഡ് ക്രബ്സ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രബ്സിലേക്ക് ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഈ ഷോപ്പിലൊന്നും നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ ആൾക്കാർക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനമൊക്കെ അധികം വാങ്ങുന്നില്ല കേട്ടോ. നമ്മൾ അറിയുന്ന ആൾക്കാരാണ് വാങ്ങൽ. ഷോപ്പിലൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല. ഷോപ്പിലെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ ലൈസൻസൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുന്നത്. നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്പോസിബിൾ കണ്ടെയ്നറില്ലേ, അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചിക്കന് വില കുറഞ്ഞ സമയമാണെങ്കിൽ നല്ല ലാഭം കിട്ടും. ബീഫാണെങ്കിൽ കുറച്ചധികവും കിട്ടും കേട്ടോ. ബീഫിലും കുറച്ച് ലാഭമൊക്കെ കിട്ടും. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യലാണ്. അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് 2 ആഴ്ചയോളം കേടുകൂടാതെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് ഒന്ന് ഫ്രൈ ചെയ്യുന്നതൊന്നും കാണിക്കാം. അപ്പോൾ ഇതാ ഞാനൊന്ന് ബട്ടർ വെച്ചതിന് ശേഷം ഒന്ന് ചെറിയ സൈസ് ബർഗറാണ് ഞാൻ ഇവിടെ എടുത്തത്. അതൊന്ന് ബട്ടറിലേക്ക് ഒന്ന് ചൂടാക്കിയ ശേഷം ഇട്ട് കൊടുക്കാം. പിന്നെ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതാ നമ്മുടെ നേരത്തെ തയ്യാറാക്കിയ ഒരു പാറ്റീസും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് മോന് കളിച്ച് കഴിഞ്ഞ് വന്നപാട് എനിക്ക് ബർഗർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഓൻ തന്നെ ഒന്ന് ആക്കുന്നതാണ് കേട്ടോ. ഞാനൊന്ന് ഇപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ ഓൻ ബർഗറിൻ്റെ കൂടെ തക്കാളി, ഉള്ളി, സോസ് അതൊന്നും ഇട്ട് കൊടുക്കില്ല, ഇടലില്ല കേട്ടോ. വെറും ചീസും പാറ്റീസും മാത്രം, പിന്നെ ക്യാബേജ്. അപ്പോൾ ബർഗറെല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും ഇൻഷാ അല്ലാഹ്.